വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5th മലയാളം കേരള പാഠാവലിയുടെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രവർത്തനം വായിക്കാം, എഴുതാം. താഴെ വായിച്ച ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. അത് വായിച്ച് അതിൻ്റെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേലൂറും ചേമന്തിപ്പൂ ചാലി വിരിഞ്ഞൊര തോട്ടത്തിൽ ചേലത്തൊരുടുപ്പിട്ട് ചിത്രപതംഗം വന്നെത്തി. ഓരോ പൂവിനും ഉമ്മ കൊടുത്തു പൂവിൻ കാതിൽ കൊഞ്ചിയാടി. പുള്ളിയുടുപ്പിൻ ചന്തത്തിൽ നൃത്തം ചെയ്തു പൂമ്പാറ്റ. പാട്ടും നൃത്തവുമായിങ്ങനെ ശലഭം തീർക്കും പൊടിപൂരം. എല്ലാം കണ്ടും ചാഞ്ചാടി പൂവിൻ ചിരിയോ ബഹുക്കേമം. ഒരു കവിതയാണ് തന്നിരിക്കുന്നത്. കവിത നല്ലപോലെ വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ പറയുന്നതിൽ പൂമ്പാറ്റ ചെയ്യാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂവിന് ഉമ്മ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പൂവിന് ഉമ്മ കൊടുത്തു എന്നുള്ളത് നോക്കൂ. ഓരോ പൂവിനും ഉമ്മ കൊടുത്തു. അപ്പം അത് പൂമ്പാറ്റ ചെയ്ത കാര്യമാണ്. കുറുമ്പു കാട്ടി, എന്താണ്? പൂവിൻ കാതിൽ കൊഞ്ചിയാടി. അപ്പം കൊഞ്ചിയാടി എന്നുള്ളതുണ്ട്. അപ്പം അതും ശരിയാണ്. അടുത്തത് എന്താണ്? നൃത്തം ചെയ്തു എന്നുണ്ട്. നൃത്തം ചെയ്തു എന്നുണ്ട്. അപ്പം ഇല്ലാത്തത് ഏതാണ്? കുറുമ്പു കാട്ടി മാത്രം അതിലില്ല. അപ്പം നമുക്ക് ഇല്ലാത്ത ശലഭം ചെയ്യാത്ത കാര്യം ഏതാണ്? പൂമ്പാറ്റ ചെയ്യാത്തത് കുറുമ്പ് കാട്ടുകയാണ്. രണ്ടാമത്തത് ശലഭം തീർക്കും പൊടിപൂരം. പൊടിപൂരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? സന്തോഷം, പൂകളുടെ നൃത്തം, ശബ്ദ കോലാഹലം, ചിറകടി ശബ്ദം. പൊടിപൂരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശബ്ദ കോലാഹലമാണ്. നെക്സ്റ്റ്, ഭംഗിയുള്ള ഉടുപ്പിട്ട് വന്നത് പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയുടെ ചിരി ബഹുക്കേമമാണ്. ഇതിൽ ഏതാണ് ശരി? ഭംഗിയുള്ള ഉടുപ്പിട്ട് വന്നത് പൂമ്പാറ്റയാണോ നോക്കിയേ. ചേലേറും ചേമന്തിപ്പൂ ചാല വിരിഞ്ഞ തോട്ടത്തിൽ ചേലത്തൊരുടുപ്പിട്ട് ചിത്രപതംഗം വന്നെത്തി. അപ്പൊ ചേലത്തൊരുടുപ്പിട്ട് വന്നത് പൂമ്പാറ്റയാണ്. പൂമ്പാറ്റയുടെ ചിരി ബഹുക്കേമമാണെന്നാണ് പറയണത്. പൂമ്പാറ്റയുടെ ചിരി ബഹുക്കേമമാണെന്നുള്ള കാര്യം എന്നിട്ട് പറയുന്നുണ്ടോ? ഇല്ല. പൂവിൻ്റെ ചിരിയാണ് ബഹുക്കേമമായിട്ട് പറയുന്നത്, പൂമ്പാറ്റയുടേതല്ല. അപ്പോൾ ഒന്ന് മാത്രമാണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഒന്ന് ശരി, രണ്ടാമത്തെ ശരിയല്ല. നാലാമത്തെ ഉത്തരം, ഭംഗി എന്ന അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ച അർത്ഥം ഏത്? ഭംഗി എന്ന അർത്ഥത്തിൽ അതിൽ പ്രയോഗിച്ചിരിക്കുന്നത് ചേല്. ഭംഗി, ചേല്. പ്രവർത്തനം 2, ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ്. ബഷീർ ദിനാചരണത്തെ തുടർന്ന് പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. പച്ചേരിക്കവല ഗവൺമെന്റ് UP സ്കൂളിൽ വിദ്യാർത്ഥികൾ കഥാപാത്ര ആവിഷ്കാരത്തിലൂടെ വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ചു. അക്ഷരമുറ്റത്ത്, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ, മതിലുകൾ, പൂവൻപഴം തുടങ്ങിയ കൃതികളും അവ പ്രസിദ്ധീകരിച്ച വർഷം, ലഭിച്ച പുരസ്കാരങ്ങളുടെ പേര് എന്നിവയും പ്രദർശിപ്പിച്ചു. ബഷീർ കൃതികളുടെ സവിശേഷതകളെക്കുറിച്ച് രശ്മി ടീച്ചർ സംസാരിച്ചു. ബഷീർ അനുസ്മരണം നിങ്ങളുടെ സ്കൂളിലും നടത്തിയിട്ടുണ്ടാവുമല്ലോ. വൈക്കം മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ വിവരങ്ങളും പത്രവാർത്തയിലെ സൂചനകളും ഉൾപ്പെടുത്തി ബഷീറിന്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇതിൽ തന്നെ എല്ലാം ഉണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്ക് വേഗം എഴുതാൻ പറ്റും. എങ്ങനെയാണ് എഴുതുന്നത്? വൈക്കം മുഹമ്മദ് ബഷീർ എവിടെയാണ് ജനിച്ചതെന്ന് ആദ്യം എഴുതണം. വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ 1908 ബഷീർ ജനിച്ചത്. 1908 ബഷീർ ജനിച്ചത്. സ്വന്തം അനുഭവങ്ങൾ തന്നെ കഥകൾക്ക് വിഷയമാക്കിയ എഴുത്തുകാരനാണ് അദ്ദേഹം. സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഗാന്ധിജിയോടുള്ള ആരാധന മൂലം അദ്ദേഹത്തെ കാണാൻ സ്കൂളിൽ നിന്നും ഒളിച്ചോടി. കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കാളിയായി. തനതായ ഗ്രാമീണ ഭാഷാ ശൈലിയിലാണ് ബഷീർ തൻ്റെ കഥകൾ അധികവും രചിച്ചത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ബഷീർ കൃതികൾ ഏറെ ആകർഷിച്ചു. പ്രകൃതിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഇദ്ദേഹത്തിൻ്റെ കൃതികളിൽ പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹം തുടിച്ചു നിന്നിരുന്നു. പത്മശ്രീ, കേരള സാഹിത്യ അക്കാദമികളുടെ ഫെലോഷിപ്പ്, ലളിതാംബിക അന്തർജനം അവാർഡ്, മുട്ടത്ത് വർക്കി അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1994 അന്തരിച്ചു. അപ്പോൾ ഇതിൽ തന്നെ കുറേ കാര്യങ്ങളും പിന്നെ പറയുന്നുണ്ട്. പാത്തുമ്മയുടെ ആട്, അതൊക്കെ അദ്ദേഹത്തിൻ്റെ കൃതികളായിരുന്നു. പിന്നെ ബഷീർ കൃതികളുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം.
അപ്പോൾ ഇത് ബഷീറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രക്കുറിപ്പ്, അദ്ദേഹം ജനിച്ചത്, അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേര്, അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെ പ്രത്യേകത, അദ്ദേഹം മരണപ്പെട്ടത് ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയായിരിക്കണം അത് എഴുതേണ്ടത്. നെക്സ്റ്റ് താഴെ കൊടുത്തതിൽ കിണർ എന്നുത്തരം വരുന്ന കടങ്കഥ ഏത്? ഞെട്ടില്ല വട്ടയില്ല, 100 ആന വന്നാലും എടുത്തു മാറ്റാൻ പറ്റാത്ത വട്ടച്ചെമ്പ്, കാള കിടക്കും കയറോടും, എൻ്റെ പായ മടക്കിയിട്ടും തീരുന്നില്ല. ഇതിലേതാണ്? 100 ആന വന്നാലും എടുത്തു മാറ്റാൻ പറ്റാത്ത വട്ടച്ചെമ്പ്. ഇതാണ് ഏതെന്ന് പറയുന്നത് കിണറിന് ഉത്തരം കിട്ടുന്നത്. നെക്സ്റ്റ് മഴയിരമ്പം മാറ്റി എഴുതിയാൽ ശരിയായതേത്? മഴയിലെ ഇരമ്പം, മഴയാകുന്ന ഇരമ്പം, മഴയുടെ ഇരമ്പം, മഴയുള്ള ഇരമ്പം. ഇതിലേതാണ്? മഴയുടെ ഇരമ്പമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരം, മഴയുടെ ഇരമ്പം. അപ്പം മഴ ഇരമ്പം എന്നുള്ളത് മാറ്റി എഴുതിയാൽ മഴയുടെ ഇരമ്പം എന്നാണ്. പ്രവർത്തനം 3 സംഭാഷണം. ബഷീർ നീർക്കോലി കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് ഉമ്മ കണ്ടു. തുടർന്ന് ഉമ്മയും ബഷീറും തമ്മിൽ നടക്കാനിടയുള്ള സംഭാഷണം സങ്കല്പിച്ച് എഴുതാനാണ്. ഉമ്മ ചോദിക്കുകയാണ്, എന്താടാ നിന്റെ കയ്യിൽ? അപ്പോൾ എങ്ങനെയാണ് ഉമ്മാനോട് ബഷീർ പറയേണ്ടവ? അതൊരു നീർനാഗമാണ് ഉമ്മ. അപ്പോൾ ഉമ്മ പറയും, എന്താ നീർനാഗമോ? നീർക്കോലി എന്ന് പറയടാ. അപ്പോൾ ബഷീർ എന്താ പറയണ? ഒരു പാവം, ഇതിവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഉമ്മ എന്താ പറയുക? ബാപ്പയുടെ കയ്യിൽ നിന്ന് മേടിക്കണ്ടെങ്കിൽ അതിനെ പിടിച്ചെടുത്ത് കൊണ്ട് വിട്ടു എന്ന് പറയും. അപ്പോൾ ബഷീർ, എന്തിനാ ഉമ്മ? എനിക്ക് നമ്മുടെ പാമ്പ് പിടുത്തക്കാരനെ പോലെ വലിയ ആളാകണം. ഇങ്ങനെ. അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതുപോലെ അതിൽ അദ്ദേഹം പറയുന്ന ഡയലോഗൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരു സംഭാഷണം തയ്യാറാക്കുക. കോൺവെർസേഷൻ കേട്ടോ, കോൺവെർസേഷൻ തയ്യാറാക്കുക. ഇനി അടുത്ത കുറിപ്പാണ്. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തൊട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡെയ്സി ചെടിയുടെ ചിന്തകൾ എന്തൊക്കെയാവാം? കുറിപ്പായി എഴുതുക. അപ്പോൾ ഡെയ്സി ചെടിയുടെ ചിന്തകളാണ് എന്തൊക്കെ കുറിപ്പായി എഴുതേണ്ടത്. ഇത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പൂന്തോട്ടത്തിനരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കൾ ആരും ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടും നല്ല നിറമല്ലാത്തത് കൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഒരു വാനമ്പാടി എൻ്റെ അരികിൽ വന്ന് പാട്ടുപാടി എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടം മാറിയത്. പക്ഷെ എൻ്റെ സന്തോഷം അധികം നേരം നീണ്ടു നിന്നില്ല. 2 കുട്ടികൾ ആ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചു. അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോടെ എടുത്തുകൊണ്ടുപോയി. അവർ ഞങ്ങൾക്ക് 2 പേർക്കും വെള്ളം തന്നില്ല. പാവം ആ വാനമ്പാടി ചത്തുപോയി. കുട്ടികൾ വന്ന് ചത്തുപോയ വാനമ്പാടിയെ കണ്ടു കരഞ്ഞു. എന്നെ എടുത്ത് അവർ ദൂരേക്ക് എറിഞ്ഞു. എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ ഡെയ്സി ചെടി എഴുതാനുള്ള ഒരു കുറിപ്പാണ്. ഡെയ്സി ചെടി ചിന്തിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞത്. പ്രവർത്തനം 4 ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സ്കൂളിൽ പോകാൻ നേരം മഴയാൽ ചൂളിപ്പോയി കുഞ്ഞുങ്ങൾ. കുട്ടിക്കുടകൾ കരഞ്ഞു നോക്കൂ പൊട്ടിച്ചോർന്നു ഹാ ഞങ്ങൾ. കുട്ടിയുടുപ്പുകൾ കേണു നനവാലൊട്ടിച്ചേർന്നു ഹാ ഞങ്ങൾ. ഇല്ലീ മഴയിലേറെ ശല്യം ചൊല്ലി ചോറ്റിൻ പാത്രങ്ങൾ. ഉതിരും മഴയാൽ നെല്ലുണ്ടായ ഉച്ചയ്ക്കുണ്ണിനു ചോർ കിട്ടും. ഉഷിരോട് വർഷം പെയ്തോടെ ഊക്കോട് വർഷം പെയ്തോടെ. എന്താണ്? വൈലോപ്പിള്ളിയുടെ കവിതയാണ്. കവിതയുടെ ആശയം വിശകലനം ചെയ്ത് ആസ്വാദനക്കുറിപ്പ് എഴുതുക. അപ്പോൾ ഒരു കവിത എഴുതുമ്പോൾ ആരാണ് കവിത എഴുതിയേക്കണമെന്ന് നോക്കുക. വൈലോപ്പിള്ളിയുടെ കവിതയാണ് അല്ലേ. എന്താണ് ഈ കവിതയെക്കുറിച്ച് പറഞ്ഞാൽ? മഴ തരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് വൈലോപ്പിള്ളിയുടെ ഈ കവിതയിൽ പറയുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ മഴ എത്തുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. മഴ നനഞ്ഞ് കുഞ്ഞുങ്ങൾ തണുത്ത് വിറയ്ക്കും. കുടയുണ്ടെങ്കിലും ദേഹമാകെ നനയും. ഉടുപ്പുകൾ നനഞ്ഞ് ദേഹത്ത് ഒട്ടിപ്പിടിക്കും. മഴ ശല്യമാണെന്ന് നമുക്ക് അപ്പോൾ തോന്നും. പക്ഷേ ചോറ്റിൻ പാത്രങ്ങൾക്ക് മാത്രം മഴ ശല്യമല്ല. മഴയുണ്ടെങ്കിലേ ചോറ്റിൻ പാത്രങ്ങളിൽ എന്ത് ചെയ്യുള്ളൂ? ചോറ് നിറയ്ക്കാൻ പറ്റുള്ളൂ. ഉച്ചയൂണിന് ചോറ് വേണമെങ്കിൽ കൃഷി ചെയ്യണം. അതിന് മഴ നന്നായി പെയ്യണം. വർഷകാലത്ത് ഉഷിരോടെ മഴ പെയ്താലേ നമ്മുടെ പത്തായത്ത് നെല്ല് നിറയൂ, സമൃദ്ധി ഉണ്ടാകൂ. അതുകൊണ്ട് മഴ ഒരു ശല്യമല്ല, അനുഗ്രഹമാണെന്നാണ് കവി ഇതിൽ പറയുന്നത്. അല്ലെങ്കിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു പൂവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പൂവിൻ്റെ ഭംഗിയും അതിൻ്റെ മണം ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളതിന് ഒരു ലഘു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത് കടങ്കഥ വ്യാഖ്യാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥ വായിച്ച് ഉത്തരം കണ്ടെത്തുക. കടങ്കഥ വ്യാഖ്യാനിച്ച് കുറിപ്പും തയ്യാറാക്കുക. കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല.
ഉത്തരം എന്താണ്? കത്രികയാണ്. അതായത് തുണിയും മറ്റും മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? കത്രിക എന്നത്. മുറിക്കാനല്ലാതെ തിന്നാൻ അതിന് കഴിയില്ല. ഈ അർത്ഥത്തിലാണ് കണ്ടം കണ്ടം കണ്ടിക്കും പക്ഷെ തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവർത്തനം 6 വർണ്ണന. കാട്ടിൽ കനത്ത മഴയാണ് വനം കൊണ്ടു തരുന്നത്. പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു. കനിഞ്ഞുണങ്ങിയ കുന്നിൻപുറങ്ങളിൽ പുൽനാമ്പ് കിളിർക്കുന്നു. മഴ പെയ്തപ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റുമുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് വർണ്ണന തയ്യാറാക്കാം. ഇപ്പം തന്നെ മഴയുടെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ മഴ പെയ്തപ്പോൾ നിങ്ങളുടെ ചൂടിനും മറ്റും നല്ലതും ചീത്തയുമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നല്ല മാറ്റങ്ങളെക്കുറിച്ച് എഴുതാം. കടുത്ത ചൂടിൽ മണ്ണ് ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു. എങ്ങും പൊടിക്കാറ്റ്, ഇലകൾ വാടിക്കരിഞ്ഞ് ചെടികളും മരങ്ങളും നിന്നു. പുതുമഴ തുള്ളികൾ മണ്ണിൽ പതിച്ചപ്പോൾ മണ്ണിൽ നിന്ന് പ്രത്യേക ഗന്ധം ഉയർന്നു പൊങ്ങി. മഴയുടെ വരവറിയിച്ച് സന്തോഷത്തോടെ തവളകൾ കരഞ്ഞപ്പോൾ കിളികൾ ചിലച്ചുകൊണ്ട് മരക്കൊമ്പുകളിലിരുന്നു. ചിറക് കുടഞ്ഞ മഴയെ എതിരേറ്റു. മരങ്ങളും ചെടികളും ഒക്കെ കാറ്റിലും മഴയിലും മെല്ലെ ഇളകി. വാടിയ ഇലകളൊക്കെ പുതുജീവൻ കിട്ടിയ പോലെ ഉണർന്നു. പെയ്തിറങ്ങിയ മഴത്തുള്ളികൾ നീർത്ത നീർച്ചാലുകൾ മുറ്റത്തുകൂടി ഒഴുകി. അല്പം കഴിഞ്ഞപ്പോൾ മുറ്റമാകെ ഒരു ചെറുകടലായിട്ട് മാറി. അതായത് ഇത്രയും നാൾ വെള്ളം കിട്ടാതെ ഇരുന്നപ്പോൾ ചെടികളൊക്കെ എന്താണ് ഉണങ്ങി വറ്റി വരണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കിട്ടിയപ്പോൾ അതിനൊക്കെ ഓരോ പുതുനാമ്പ് കിളിർക്കുകയും ചെടി നല്ല ഇതായിട്ട് വളരാനും തുടങ്ങി. അതുപോലെ പുതുജീവൻ കിട്ടിയ പോലെ ചെടികളൊക്കെ ആടാനും ഒക്കെ തുടങ്ങി. അതുപോലെ വെള്ളം വറ്റി വരണ്ട കിണറുകളിലും കുളങ്ങളിലൊക്കെ വെള്ളം വന്ന് നിറഞ്ഞു. അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന പോലെ അതിനെക്കുറിച്ച് വർണ്ണിച്ച് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും മോഡൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.